ഹലോ, അതെ, കളക്ടർ ടൂറിലാണ്. ശരി, വരുമ്പോ പറയാം. നമ്പ്യാർ സാറാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ടെലിഫോൺ അറ്റൻഡ് ചെയ്യാതെ വിസിറ്റേഴ്സിനെ കാണാതിരുന്നിട്ട് എന്താ ഫലം? കുറച്ച് ദിവസം ഇങ്ങനെ നുണ പറഞ്ഞു നിൽക്കാം. പിന്നെ ആരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല വളരെ. എന്ന് വെച്ച് നാട് വിട്ടുപോകാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ള വിധത്തിൽ പെരുമാറുക. നീ ഇവിടെ നിന്നാ മതി. സുധാകരനില്ലേ ഇവിടെ? വിളിക്കാം, ഇരിക്കൂ. ധൃതിയില്ല, പിന്നെ മതി. നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്നോടോ? അതെ, എന്റെ പേര് വിശ്വാസം നായർ. എന്റെ മകനാണ് വിനോദ്. ഓഹോ, അത് ശരി. ദേഷ്യപ്പെടരുത്, എന്റെ മകനൊരു തെറ്റുപറ്റി. അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. അവൻ ശോഭ വിവാഹം കഴിക്കും. ഇരിക്കൂ, ചായ എടുക്കട്ടെ. സുധീ, എന്റെ മോള് ഭാഗ്യവതിയാ. സുധി എവിടെ? സുധി! എന്താ? ഒരാള് വന്നിരിക്കുന്നു. ആരാ? വിശ്വനാഥൻ നായർ. എന്തിനാ നാറി വന്നത്? അതൊക്കെ അയാള് പെണ്ണിനെ ചോദിച്ചു വന്നതാ, ശോഭയെ. അത്ര വലിയ പാപമൊന്നും നമ്മളാരും ചെയ്തിട്ടില്ലടാ. മോള് ചെന്നിതൊക്കെ ഒന്ന് മാറ. മകൻ ചെയ്ത തെറ്റിനുള്ള ഒരു പ്രായശ്ചിത്തം മാത്രമാണോ ഈ ആലോചന? അങ്ങനെ കാണാതിരിക്കൂ സാർ. ആ സംഭവമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചനയ്ക്ക് കാരണമായിരുന്നു സത്യം. ഞങ്ങളുടേതൊരു സാധാരണ കുടുംബമാണ്. അറിയാം. എന്റെ അച്ഛനും വളരെ താഴ്ന്ന പടിയിൽ നിന്നും കയറി വന്നവനാണ്. മിസ്റ്റർ ഹരിദാസിന് ചവിട്ടിക്കയറാൻ ഇനിയും ധാരാളം പടവുകളുണ്ട്. ക്ഷമിക്കണം, പേര് വിളിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. മറ്റു കാര്യങ്ങൾ സ്ത്രീധനം തുടങ്ങിയൊക്കെ അല്ലേ? ഞങ്ങൾക്ക് കഴിയുന്ന എന്താന്ന് വെച്ചാൽ തരാമെന്നല്ലാതെ. മതി, പക്ഷേ കഴിയുന്നത് ചെയ്യണം. തുറന്നു പറയട്ടെ, സ്ത്രീധനമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മകനെയാണ്, മിസ്റ്റർ ഹരിദാസിനെ. എനിക്കൊരു മകളുണ്ട്, ജയശ്രീ. ശോഭയെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോ ജയശ്രീ ഇങ്ങോട്ട് തരാം. അത് നടക്കില്ല. പെട്ടെന്ന് തീരുമാനമെടുക്കണ്ട. നിങ്ങളുടെ സഹോദരിക്കുള്ള പോലെ ചീത്തപ്പേരൊന്നും എന്റെ മകൾക്കില്ല. എല്ലാരും കൂടി ആലോചിക്കൂ. ഞാൻ ഇറങ്ങട്ടെ. ചേട്ടനത് സമ്മതിച്ചൂടെ? സാധ്യമല്ല. അവൻ ആ മാഷയുടെ പെണ്ണിൽ മയങ്ങിയിരിക്കുക. നമ്മുടെ ശോഭയേക്കാ വലുതാണോ ചേട്ടനാ നശിച്ച പെണ്ണ്? എനിക്കുണ്ടടാ ജീവിതം. അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാത്രമേ പ്രശ്നമുള്ളൂ. മറ്റാരും നശിച്ചാലും നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾ ഉയരുന്നത് അഭിമാനത്തോടെ സന്തോഷത്തോടെ കണ്ടവരാ ഞങ്ങൾ. നിങ്ങൾ രക്ഷപ്പെട്ട ഞങ്ങളും രക്ഷപ്പെടുമെന്ന് ആശിച്ചു. എവിടെ? ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല. അമ്മ കേൾക്കണില്ലേ ഇതൊക്കെ? അവൻ പറയണതും കുറെയൊക്കെ ശരിയല്ലേ? ഒരപേക്ഷയുണ്ട്. എനിക്കൊന്നും ചേട്ടൻ ചെയ്യണ്ട. ഞാനിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നോളാം. പക്ഷേ നമ്മുടെ ശോഭയെ ഉപേക്ഷിക്കരുത്. അവള് വല്ല കടുങ്കയും കാണിച്ചാൽ ഞാൻ സഹിക്കില്ല. ചേട്ടനായിരിക്കും അതിന് ഉത്തരവാദി. ഹൈ ഒഫീഷ്യൽസിന്റെ ചെറിയ പ്രശ്നങ്ങൾ പോലും പെട്ടെന്ന് പരക്കുമല്ലോ. ആസ് എൻ എൽഡർ ബ്രദർ ഞാൻ ഒരു സജഷൻ പറയട്ടെ. നമ്മുടെ കുട്ടിയെ സ്വീകരിക്കണമെന്നൊരു റിക്വസ്റ്റ്, ഐ മീൻ മാരേജ്. അങ്ങനെ ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെന്താ പ്രോബ്ലം? അത് ഉടൻ നടത്തൂ. അതിന് ഞാൻ കൊടുക്കേണ്ട വില
എന്റെ ലൈഫാണ്. പകരം ഞാൻ അയാളുടെ മകളെ വിവാഹം കഴിക്കണം. എ മ്യൂച്വൽ മാരേജ്. എന്താ അതിന് ബുദ്ധിമുട്ടുണ്ടോ? ഐ തിങ്ക് ഷീസ് എ നൈസ് ഗേൾ. മറ്റൊരു പെൺകുട്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഓഹോ, അത് ശരി. എന്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ. ഇറ്റ് മേ ബി ക്രൂവൽ ബട്ട് പ്രാക്ടിക്കൽ. അനിയത്തിയുടെ ഈ അപമാനം സാറിന്റെ ഔദ്യോഗിക ജീവിതം മുഴുവൻ പിന്തുടരും. മിനിസ്ട്രി മുതൽ വില്ലേജ് ഓഫീസ് വരെ ഇതറിയും. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെയും ഭരിക്കുന്നവരാണ് നമ്മൾ. നിർണായകമായ ചില അവസരങ്ങളിൽ സാറിന് ഇതിന്റെ പേര് തലവുനിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിയുമെങ്കിൽ ആ പ്രണയകഥ മറക്കാൻ ശ്രമിക്കൂ. അനിയത്തിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി തന്നെ. ഒരു സാക്രിഫൈസ്, അല്ലെങ്കിൽ ഒരു എസ്കേപ്പ്. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? അവൻ സമ്മതിക്കില്ല. നീ എന്തെങ്കിലും കഴിക്കേ. ആർക്കും ഒരു ശല്യമാവണ്ട്. ഞാൻ പട്ടിണി കിടന്ന് മരിച്ചോളാം. അമ്മ ചേട്ടനോട് ഒന്നുകൂടി പറഞ്ഞു നോക്ക്. ഞാൻ പറയില്ല. അവന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ആ വന്നു കളക്ടറേമാൻ. നാളെ ഞാൻ ഇവളെ കൊണ്ട് വീട്ടിലേക്ക് പോവാ. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ല. അമ്മ പോരണ്ടോ? പിന്നെ ഞാൻ എന്തിനാ ഈ നരകത്തില്? സുധി, നാളെ നീ നാട്ടിലൊന്ന് പോണം. കുഞ്ഞുണ്ണിയമ്മാനോട് വരാൻ പറയേ. അവരുടെ വീട്ടിലേക്ക് ആരൊക്കെ പോണം എന്ന് നടത്തണമെന്നൊക്കെ കുഞ്ഞുണ്ണിയമ്മ വന്നിട്ട് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. പിന്നെ കുഞ്ഞുണ്ണിയമ്മനോട് പിള്ളസാറിനെ ഒന്ന് കാണാൻ പറയണം. അവരോട് വരണ്ടെന്ന് അറിയിച്ചേക്ക്. ഓട്ടെ, അത് മറക്കാണ് വലിയേട്ടൻ. എന്നോട് പൊറുക്കുമില്ലേട്ടാ. എഴുതിയോ? കണ്ടാരപ്പള്ളി യച്ചുവമ്മ. നമ്മുടെ ലക്ഷ്മിയമ്മല്ലേ? ആ അത് തന്നെ. എന്താ അത്? ശിവായിമാരുടെ ലിസ്റ്റാ. ആദ്യം കുടുംബക്കാരുടെ കഴിയട്ടെ, പിന്നെ മതി ശിപ്പായിമാർക്കൊക്കെ. ധാരാളം മതി. മന്ത്രിമാര് വല്ലവരും വരുവോടാ? അറിയില്ല സുധി, എനിക്കൊരു കാർഡ് വേണം. പിള്ളസാറിനാണെങ്കിൽ എഴുതിയിട്ടുണ്ട്. രണ്ടുപേർക്കും പ്രത്യേകമുണ്ട്. എനിക്കൊരെണ്ണം വേണം. പാവം, എന്റെ മോന് നല്ലത് വരുത്തണേ. സുധി, എന്താ അവിടെ തന്നെ നിന്ന് പോയത്? കയറി വരൂ. വരുമെന്ന് എനിക്കറിയായിരുന്നു. സാറ് മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ വരും. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, നന്മ വരുത്തണേന്ന്. നീ പ്രാർത്ഥിച്ച് നേടിത്തുന്ന ഈ നന്മകളൊക്കെ തിരിച്ചെടുക്കാനൊന്ന് പ്രാർത്ഥിക്കാമോ സുധേ? എനിക്കൊന്ന് പൊട്ടിക്കരണമെന്നുണ്ട് കുട്ടി. നിന്റെ മുമ്പിൽ കളക്ടർ ഹരിദാസന്റെ ചങ്ങലകളൊന്നുമില്ലാതെ ഹരിയേട്ടനായിട്ട്. അയ്യേ, എന്താ ഇതിങ്ങനെ? നോക്കൂ, കലക്ടർ കോഴിക്കോട് ജില്ലയുടേതാണെങ്കിലും IAS ഒരു ഓൾ ഇന്ത്യ സർവീസ് ആണ് കേട്ടോ. ഒറ്റപ്പാലം, ചെറുപ്പുളശ്ശേരി ഒക്കെ അതിൽ പെടും. ശോഭയ്ക്ക് സന്തോഷായോ? ആ, എല്ലാവർക്കും സന്തോഷമായി. ഞങ്ങൾക്കില്ലേ ക്ഷണം? കുറി കൊണ്ടുവന്നിട്ടുണ്ടാവും, തന്നോളൂ. എളുപ്പത്തിൽ എടുത്തു തരാൻ മടിയുണ്ടാവുന്നറിയാം. ജയശ്രീ നായർ, നല്ല പേര്, ഭംഗിയുണ്ട്, ഒരു അന്തസ്സുണ്ട്. ജയശ്രീ ഹരിദാസ് ചേരും.
കാണാൻ നല്ല സുന്ദരിയാ. സാർ, ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള കാരുണ്യെങ്കിലും താൻ കാട്ടുമെന്ന് കരുതി. എന്തിനാ ഇനി എന്റെ മോളെ? സുധർമ്മേ, എന്തിനാ അയാളെ വിഷമിപ്പിക്കണത്? ഹരി, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഒന്ന് കുളിച്ചു. തലമുടി നിറയെ മുല്ലപ്പ് വെച്ച് കെട്ടിയിട്ട് ഒരു കുത്തുന്ന മണം. ഓ, നൈസ്. ആരുടെ പ്രസന്റ് ആയത്? ഒരു അജ്ഞാതന്റെ. അല്ലെങ്കിൽ അജ്ഞാതയുടെയോ? ഏതെങ്കിലും കാമുകി കൊടുത്തുവിട്ടതാവും. എനിഹാവ്, ഇത് നമ്മുടെ ബെഡ്റൂമിൽ ഇരിക്കട്ടെ. വല്ലാത്തൊരു മൂടാണ് ഈ ശില്പത്തിന്. ദയനീയതയാണ് മുഖത്ത്. ഉപേക്ഷിക്കരുതേ എന്ന് പറയും പോലെ. എങ്കിൽ അതവിടെ മാറ്റാം. വേണ്ട, ഇരിക്കട്ടെ, എന്റെ പ്രതീകമായിട്ട്. ഞാൻ എന്താ വിളിക്കുക? ഹരിയേട്ടൻ. ഓ, ആ ഏട്ടനൊരു സുഖമില്ല. ദാസേട്ടൻ. അയ്യോ, അതിന്റെ ഐഡന്റിറ്റി പോലും നഷ്ടപ്പെടുത്തിക്കളെ. ആരും എന്നെ ദാസനെന്ന് വിളിക്കാറില്ല. ഹരി, ദാറ്റ്സ് ഗുഡ്. ഹരി, ഇഷ്ടപ്പെട്ടില്ലേ? ഹരി, യുവർ അങ്കിൾ കള്ളുകുടിയൻ. വന്നേ. അള്ള കഴിവടാ മോനെ. വിളിക്കണ്ട, ചെറിയായിട്ട് തന്നെ വിളിച്ചേ. ഇങ്ങനെ വിളിക്കാൻ വേണ്ടി ഒരു തുള്ളി കുടിക്കണ്ട ഇവരെ നിന്നേ. എടാ, ആ പെൺകുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കടാ ഞാൻ ഇനി? സ്വത്തിനും പണത്തിനും ബന്ധത്തിനും സ്വന്തത്തിനും മുകളിലാ അവനെന്റെ മനസ്സും ജീവിതവും. അത് നീ കളഞ്ഞു കുടിച്ചല്ലോടാ. അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി. കുടുംബം നിനക്കറിയോ? നമ്മുടെ തറവാട്ടോ പാടത്ത് പണിയെടുത്തിരുന്ന മാധവനൊരു മോളുണ്ടായിരുന്നു, ജാനകി. എന്റെ ജാനു. മനസ്സ് തമ്മിലെടുക്കാൻ ജാതിയും മതം ഒരു തടസ്സമാണോ? കുടുംബക്കാരും മുഴുവൻ എതിർത്തു. ചത്താ പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞു. ഒരു തരി മണ്ണ് തരില്ല എന്ന് പറഞ്ഞു. അതിനേക്കാൾ ഏറെ വലുതായിരുന്നു എനിക്ക് അവള്. പക്ഷേ വിധി ഉണ്ടായില്ല. കുളത്തിമണി ചത്തതല്ല, കൊന്നതാ. ജയിച്ചത് നമ്മുടെ കുടുംബക്കാരാ. എന്നിട്ട് എന്ത് നേടിയവര്? എല്ലാവർക്കും എന്നോട് പുച്ഛ. ആർക്കാരെല്ലാം എന്താ ചെയ്യുക?
ഈ കുടുംബക്കാർക്ക് അറിയില്ലടാ നമ്മുടെ മനസ്സ്. നീ വീണുപോയി, അതുകൊണ്ട് സൂക്ഷിച്ചു. ഞാൻ പോവാ, ഈ ഒരു വരവുണ്ടാവില്ല. ഈ രാത്രിയിലോ? കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ? നീ പോട്ടെ. ഞാൻ 2 തെറിയെങ്കിലും പറയാണ്ട് പോയാ ആ ചുരുക്ക് മനസ്സിൽ കിടന്ന് വളരും. ഇപ്പൊ പോയി. എന്നെ പോലെയാണ് നീയും.